പ്രൈസ് ദി ലോർഡ്. ഹെഡ്മേൽ എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി ചൂട് തുടങ്ങി. ചൂട് സമയത്ത് ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലത് സംഭാരം തന്നെയാണ്. ഇപ്പൊ ആരൊക്കെ അത് ഉപയോഗിക്കും എന്നെനിക്കറിയില്ല. പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് സംഭാരമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് സംഭാരം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സംഭാരം എന്ന് പറയുന്നത് തണുപ്പ് നൽകുന്നതോടൊപ്പം ശരീരത്തിന് അനേകം ഗുണങ്ങൾ കിട്ടുന്നത് കൂടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിന് കണക്കില്ലേ, നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തൈര് ഉടച്ച് മോരാക്കുമ്പോൾ അതായത് വെള്ളം അല്പം കൂട്ടി വേണം ചേർക്കാൻ. ഒത്തിരി കട്ടിയോടെ എടുക്കരുത്. കാരണം നമ്മൾ സംഭാരം എന്ന് പറയുന്നത് കുടിക്കുന്നത് വെള്ളം പോലെയാ കുടിക്കുന്നത്. അപ്പൊ ഒത്തിരി കട്ടി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വെള്ളം ചേർക്കാം. ഇതിപ്പോ കണ്ടോ, ഇതാണ് പരുവം. ഇങ്ങനെ ഒഴിക്കുന്ന പരുവം. ഇതിപ്പോ ഞാൻ തൈര് ഉടച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പരുവത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളി. ഇത് കൊച്ചുള്ളി ഞാൻ ചതച്ചതാണേ. ചതച്ച് ചെറുതായിട്ട് പിച്ചിയെടുത്താൽ മതി. ഇതിപ്പോ ഒരു 4-5 എണ്ണം ഉണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക്. ഇതും ഞാൻ ചവച്ച എടുത്തേക്കുന്ന കാന്താരിയോ ഉണ്ടമുളകോ, നല്ല മണമുള്ള ഉണ്ടമുളക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ. പിന്നെ കറിവേപ്പില, അത് ഞാൻ ചെറുതായിട്ട് മുറിച്ചാണ് ഇട്ടേക്കുന്നത്, അതിന്റെ ആ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി. പിന്നെ ഇടുന്നത് ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഞാൻ ചതച്ച് പിച്ചി വെച്ചേക്കുന്നതാ. ഇനിയിപ്പൊ ഈ ചതയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അരിഞ്ഞു ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചതച്ചിടുമ്പോ ഇപ്പൊ കുറച്ച് മണമൊക്കെ നല്ലതായിട്ട് കിട്ടും. അതിന്റെ ഗുണവും നല്ലപോലെ ഇറങ്ങും. അതാണ് വ്യത്യാസം. ഇനി നിങ്ങളുടെ വീട്ടിൽ നാരകത്തിന്റെ ചെടി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നാരകത്തിന്റെ മരം എന്ന് പറയാം, അതുണ്ടെങ്കിൽ നാരകത്തില, നാരകത്തിന്റെ ഇല ഒരില എങ്ങാണം ചെറുതായിട്ട് മുറിച്ച് കുറെ കഷ്ണങ്ങളാക്കി ഇടാം. നല്ലൊരു മണം കിട്ടും, നല്ല രുചിയുമാകും. അപ്പൊ ഇത്രയുമാണ് ഇതിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത് ഇളക്കിയിട്ട് മുളക് കുറവ്, അതായത് എരി കുറവാണെന്ന് തോന്നുന്നുവെങ്കിൽ എരി ചേർക്കാം. പക്ഷെ ഇഞ്ചിയുടെയും എരി കാണും. അപ്പൊ ആദ്യം അതനുസരിച്ച് നിങ്ങൾ മുളക് ചേർക്കാതെ. അപ്പൊ ഞാൻ ചെറുന്ന് കുടിച്ചു നോക്കട്ടെ. ആഹാ, ആ കൊച്ചുള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് ഐസ് വെള്ളം, അതായത് തണുത്ത വെള്ളം വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം. ഇതുണ്ടാക്കി വേണേൽ ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മൺകുടത്തിൽ ഒഴിച്ചു വെക്കാം. ഞാനിപ്പോ ചെയ്യുന്നത് നമ്മുടെ മൺകുടത്തിൽ ഒഴിച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇങ്ങനെയുള്ള കുടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഇതിൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. ഇത് ഇതിനകത്ത് ഇരുന്ന് തന്നെ തണുത്തോളും. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോ തന്നെ ഇതുപോലെ വലിയ മൺകുടത്തില് സംഭാരം ഉണ്ടാക്കി വെച്ചേക്കും. ആവശ്യമുള്ളപ്പം ദാഹിക്കുമ്പോ എല്ലാരും അതിൽ നിന്നാ എടുത്ത് കുടിക്കുന്നത്. പക്ഷെ ഒത്തിരി കുടിക്കരുത്, ലൂസ് മോഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ശീലമില്ലാത്തവർക്ക്. അപ്പൊ നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഈ കടകളിൽ നിന്നും മേടിക്കുന്ന ബോട്ടിലുകളിൽ നിന്നും കിട്ടുന്നത് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ വീണ്ടും ഇതുപോലെ ഒരു ചെറിയ വീഡിയോയുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.